നമസ്കാരം. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചതിന് ശേഷം CJP എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ അവസാനമായി, BJPയുടെ അവസാനമായി, കേന്ദ്ര സർക്കാരിന്റെ വെടി തീർന്നു, മുട്ടുമടക്കി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള പല ജേർണലിസ്റ്റുകളും അവര് പറയുന്നത് നരേന്ദ്രമോദിയുടെ വെടി തീർന്നു, നരേന്ദ്രമോദിയെയും കൊണ്ട് ഈ പാർട്ടി ഇനി പോവുകയുള്ളൂ. ഇത് ഞങ്ങളിത് നിരന്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ മുതൽ സംഘപരിവാറിന്റെയും സംഘികളുടെയും നിരന്തരമായിട്ട് പറഞ്ഞിരുന്നതാണ്. ഇതെല്ലാം ഞങ്ങൾ ഈ പറയുന്നതാണ് ഇവിടെ സംഭവിക്കുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഇതേ ആളുകൾ തന്നെ ബീഹാർ ഇലക്ഷന് മുന്ന് പറഞ്ഞിരുന്നത് ബീഹാറിൽ BJP അതിദാരുണമായിട്ട് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. വയസ്സനായിട്ടുള്ള, അസുഖബാധിതനായിട്ടുള്ള അവിടുത്തെ നിലവിലെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അവിടെ എല്ലാ സംവിധാനവും തകർന്നു പോകും, BJP അധികാരത്തിൽ വരില്ല എന്നുള്ള രീതി ഞാൻ പറഞ്ഞു. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് കൃത്യമായിട്ട് BJP മികച്ച രീതിയിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി. അവിടുത്തെ യുവാക്കൾ ഈ പറയുന്ന BJP എതിർത്തുകൊണ്ടേയിരിക്കും എന്നാണ് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ, സീനിയോറിറ്റി ഉള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത്. പക്ഷെ അവർക്കത് പറയാൻ അധികാരമുണ്ട്, അവർ പറയട്ടെ. പക്ഷെ ഇത് നമുക്കെല്ലാം കേൾക്കാമല്ലോ. നമ്മളിത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകൾ തന്നെ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണോ ചിന്തിച്ചു വെച്ചത്, നരേന്ദ്രമോദി എന്താണോ ചിന്തിച്ചു വെച്ചത്, ആ ചിന്തിച്ചു വെച്ച രീതിയിലേക്ക് തന്നെ ഈ CJP എന്ന് പറയുന്ന സംവിധാനത്തെ കൃത്യമായിട്ട് എത്തിച്ചു. എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾക്ക് ആദ്യമേ അറിയാം, ഇവര് സമരം, ഈ അഭിജിത്ത് വന്ന് നമ്മുടെ ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചു. അതോടൊപ്പം അദ്ദേഹം അവിടെ ഇരുന്നു. കൂട്ടത്തിൽ മറ്റേ നമ്മുടെ ലഡാക്കിലെ മഹാൻ വന്നവിടെ നിരാഹാര സമരമായിരുന്നു. അപ്പൊ ഇതൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്തും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യങ്ങൾ പോയിരുന്നില്ല. ഈ രാജ്യത്ത് BJP വിരുദ്ധ ശക്തികൾ പൂർണ്ണമായിട്ടും CJPക്ക് അനുകൂലമാകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് ഇത് പതുക്കെ ഓരോ ദിവസങ്ങൾ കൊണ്ട് മാറി. ഇത് മാറുക മാത്രമല്ല, ഈ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘർഷം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കൈകളിലേക്ക് എത്തി. അവിടെ വെച്ച് പോലീസുമായിട്ട് കൃത്യമായിട്ട് ഉന്തും തള്ളും ഉണ്ടായത് ഒരു വലിയ സംഘർഷത്തിലേക്ക് എത്തി. പാർട്ടിയുടെ അണികളാണെന്ന് പറയുന്ന പലരും, അവരുടെ കൂടെ നുഴഞ്ഞു കയറിയിട്ടുള്ള പല ആൾക്കാരും ഡൽഹി ഒരു കലാപ ഭൂമിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഡൽഹി പോലീസ് അത് മെനക്ക് കൈകാര്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. ആ ഒരു ദിവസത്തെ സംഘർഷത്തിന് ശേഷം ഇവർക്ക് മനസ്സിലായി, സംഘർഷത്തിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ദീപക് നമ്മുടെ അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി, ഇത് സംഘർഷത്തിലൂടെ എന്താണെങ്കിലും ദില്ലിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അതുപോലെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായെന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും അവർ സൈലന്റ് ആയി. രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ഇതിന്റെ പുറകിൽ കൃത്യമായിട്ട് കലാപ സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ഈ CJP എന്ന് പറയുന്ന സംവിധാനത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഹിന്ദു ദേവി ദേവന്മാരെ, ശിവനെയും മഹാവിഷ്ണുവിനെയും ശ്രീരാമനൊക്കെ മുഖത്തൊട്ടിച്ച് നടന്നിട്ട് ഇത് ഞങ്ങളെ ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോലീസുകാരോട് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വീഡിയോകൾ കാണുന്നു. ഗോമാതാവിനെ അപമാനിക്കുന്ന തരത്തിൽ ഉത്തരേന്ത്യക്കാർക്ക് വലിയ വികാരമുള്ള കാര്യങ്ങൾ അത് മുഴുവൻ ഒരു പരിഹാസത്തോടു കൂടി കാണുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങളായി അങ്ങനെയുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തി. അപ്പോൾ ഇതും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിലേക്ക് പോയി. ചർച്ച CJP മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ CJP എന്ന് പറയുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ ഒരു നിലവിൽ സോഷ്യൽ മീഡിയ സംവിധാനത്തിന്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടും ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്ക് മാത്രമായി ധർമ്മേന്ദ്ര പ്രധാനെ കൃത്യമായിട്ട് രാജിവെപ്പിച്ചു, വിഷയം അവസാനിപ്പിച്ചു. കാരണം ഇവർ പറഞ്ഞിരുന്ന പശ്ചിമ ബംഗാളല്ല, നമ്മുടെ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ എന്താണോ സംഭവിച്ചത് അത് ഞങ്ങളിവിടെ നടപ്പിലാക്കുമെന്നുള്ളത് തന്നെയാണ്. BJPയെ സംബന്ധിച്ച് ഒരു ധർമ്മേന്ദ്ര പ്രധാൻ പോയാൽ എന്ത്, ഒരു നരേന്ദ്രമോദി പോയാലെന്ത്, ഒരു അമിത്ഷാ പോയാലെന്ത്. കാരണം ഇതൊരു ഫാക്ടറിയാണ്. കാരണം നിരവധി നേതാക്കന്മാരും ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു സംവിധാനമാണ് RSSഉം സംഘപരിവാറും. 14 ലക്ഷം ആളുകളാണ് BJPയിൽ മാത്രം മെമ്പർഷിപ്പ് ഉള്ളത്. 14 കോടി മെമ്പർഷിപ്പ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അപ്പോൾ ഇത്രക്ക് വലിയ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വിഷയമാണോ? ഇതൊരു വിഷയമേ അല്ല. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ പോയാൽ അടുത്തൊരു സംഖ്യയാണ് വന്നിരിക്കാൻ പോകുന്നത്, മറ്റൊരാളാണ് വന്നിരിക്കാൻ പോകുന്നത്. മറ്റൊരു BJP നേതാവ് തന്നെ ഇതേ സ്ഥാനത്ത് മന്ത്രിയായിട്ട് വന്നിരിക്കും, ഒരു സംശയമില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതിലൂടെ BJPയെ സംബന്ധിച്ച് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഒരു പ്രശ്നവുമില്ല. ഒരു ധർമ്മേന്ദ്ര പ്രധാൻ പോയാൽ അടുത്തൊരാള് ഈ ചുമതലയിൽ വന്നിരിക്കും.
BJP സംബന്ധിച്ച് ഈ പ്രൊട്ടക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമരം സമാധാനപരമായിട്ട് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് തന്നെയായിരുന്നു രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചോദ്യ പേപ്പർ കവർച്ചയിൽ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല, ഇതിന് വലിയ രീതിയിൽ ഒരു സിസ്റ്റം ഈ ചോദ്യപേപ്പർ മോഷ്ടിക്കുന്നതിനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അവർക്ക് 10 വർഷം വരെയും ശിക്ഷ കിട്ടുന്ന തരത്തിലേക്ക് ഈ മോഷ്ടാക്കളെ ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി കേന്ദ്ര സർക്കാരിന്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും BJP മികച്ച രീതിയിൽ CBI അന്വേഷണത്തിലൂടെ നടത്തുകയാണ്. ഈ ചോദ്യപേപ്പർ കവർച്ച നടത്തിയ ആളുകൾ എല്ലാവരും തന്നെ ജയിലിലുമാണ്. അപ്പോൾ എന്നിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ഈ രാജ്യത്തെ യുവാക്കൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ രാജിവെക്കട്ടെ. രാജിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംഭവിച്ച് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലാണ് BJPക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കേണ്ടത്. അത് നമ്മൾക്ക് കണ്ടു കാണുമല്ലോ. കാരണം BJPയുടെ സംഘടനാ സംവിധാനവും BJPയെ പിന്തുണക്കുന്നവരും മാത്രമല്ലല്ലോ നമ്മുടെ ഈ രാജ്യത്തുള്ളത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും പിന്തുണ. അപ്പൊ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ആളുകളാണല്ലോ, വോട്ടുകൾ ലഭിക്കുന്ന ആളുകളാണല്ലോ വരുന്നത്. അത് BJPയേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവര് മുന്നോട്ട് വരട്ടെ. BJPയെ ഈ ഇലക്ഷനിലൂടെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഈ ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയതിന്റെ പേരിൽ BJPയുടെ പരാജയപ്പെടുമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ കർഷക സമരം നടക്കുന്ന സമയത്ത് തന്നെ ആ വലിയ രീതിയിൽ വില കൊടുക്കേണ്ടി വന്നേ BJP പിന്നത്തെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒന്നും സംഭവിച്ചില്ല. അപ്പൊ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും BJPയെ സംബന്ധിച്ച് BJPക്ക് അറിയാം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടത്. ഇനി ഈ സമരവുമായി സമരക്കാർ മുന്നോട്ട് വെക്കുന്ന വിഷയത്തിലെ പ്രാധാന്യം അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ അദ്ദേഹത്തെ രാജിവെപ്പിച്ചിരിക്കുന്നത്. അതൊരു സംശയമില്ല. അദ്ദേഹം രാജിവെക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരു സംഘി കയറി വരും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വലിയ ആനക്കാര്യമില്ല. ഇതില് മോദിയുടെ വെടി തീർന്നു, മോദി ഞെട്ടി വിറച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോ നമ്മള് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരെ തലയിൽ ചവിട്ടിയിട്ടാണ് നരേന്ദ്രമോദി നിന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തിലെ ഒരു വലിയ രീതിയിലുള്ള റെക്കോർഡ് കൂടി ഇതിലെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലെ വ്യൂസുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. വലിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വ്യൂവേഴ്സും സംഭവങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസം ഒറ്റ വീഡിയോയോട് കൂടി ഒഴുകിയെത്തിയത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അദ്ദേഹം ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇത് നിരന്തരമായിട്ട് 2014 മുതൽക്കേ തന്നെ 2014 അധികാരത്തിൽ വന്ന് 2 മാസത്തിനുള്ളിൽ രാജ്യത്ത് അസഹിഷ്ണുതയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പല ആളുകളും അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ നിന്നെല്ലാം പിൻവാങ്ങേണ്ടി വരികയാണ്. BJPയെ സംബന്ധിച്ച് BJPയുടെ ലക്ഷ്യം കൃത്യമാണ്, അവരുടെ വിഷൻ കൃത്യമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ വന്നിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇതാ തകരുന്നു, പാറ്റകൾ മോദിയെ കൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷരം പ്രതി വിഴുങ്ങാനായിട്ട് നമ്മളാരും മണ്ടന്മാരൊന്നുമില്ല. കാരണം BJPയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗ്രാമാന്തരങ്ങളിലാണ്. വലിയ രീതിയിൽ രാഷ്ട്രീയ സംവിധാനം BJPക്കുണ്ട്. BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റ് ന്യായമാണെങ്കിൽ ഗവൺമെന്റിന് അത് അംഗീകരിച്ചേ മതിയാവും. അത് അംഗീകരിച്ചിട്ടുമുണ്ട്. കർഷക സമരത്തിലും ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു. ആ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയ ബില്ല് വരെ പിൻവലിക്കുന്ന സിറ്റുവേഷനിലേക്ക് BJP പോയിട്ടുണ്ടെങ്കിൽ വിഷൻ അത് കൃത്യമാണ്. രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ, അത്രമാത്രം.